പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കദാലിക ഹഖ്ഖത് കലിമതു റബ്ബിക ലല്ലദീന ഫസഖൂ അന്നഹും ലാ യുഅ്മിനൂൻ. അപ്രകാരം ധിക്കാരം കൈകൊണ്ടവരുടെ കാര്യത്തിൽ അവർ വിശ്വസിക്കുകയില്ല എന്നുള്ള എൻ്റെ രക്ഷിതാവിൻ്റെ വചനം സത്യമായിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആനിലെ ഓരോ വചനങ്ങളുണ്ട് അല്ലേ. 6236 വചനങ്ങളുണ്ട്. ചിലർ 6666 ആണെന്നും പറയുന്നുണ്ട്. അത് ആയത്ത് ആക്കുന്നതിൽ വന്ന പ്രശ്നങ്ങളാണ്. ചില ഖുർആനിൽ 2 ആയത്തുകൾക്ക് 1 ആയിട്ടാണ് 2 ആയത്തുകൾ 1 ആയിട്ട് കണക്കാക്കിയിട്ടുണ്ട്. മറ്റുള്ളത് 2 ആയത്തുകളെ 3 ആയിട്ടും ഒക്കെ കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നം ഖുർആനിൽ യാതൊന്നും ഒരു അക്ഷരം പോലും വിട്ടുപോയിട്ടില്ല. ഒരു വള്ളി പോലും വിടാതെയാണ് ഖുർആൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പറയും ആയിഷബിയുടെ കയ്യിലുള്ള ഖുർആൻ കോപ്പികൾ അത് പ്രവാചകൻ്റെ കാലത്ത് തന്നെ അത് അള്ളാഹു ദുർബലപ്പെടുത്തിയതാണ്. ഒന്നും അതിൻ്റെ കോപ്പി ആയിരിക്കും, മനസ്സിലായില്ലേ. ഒരു പുസ്തകം നമ്മളതിൻ്റെ കുറച്ച് പേജ് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചു. ആ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ച പേജ് നമ്മൾ തലയണക്കടിയിൽ വെച്ചു. പിന്നെ ഒരാട് തിന്നു എന്ന് പറഞ്ഞാൽ ആ പുസ്തകം നഷ്ടപ്പെട്ടില്ല. പുസ്തകം അതുപോലെ തന്നെ ഉണ്ട്. കുറച്ച് പേജുകൾ മാത്രം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചു. ആ ഫോട്ടോസ്റ്റാറ്റാണ് ആട് തിന്നു പോയത്. അപ്പോൾ അതുപോലെയാണ് ഈ ഖുർആൻ ചില കോപ്പി എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അതിൽ പെട്ടതാണ് എന്താണ് അത് അങ്ങനെ ആട് തിന്ന പ്രശ്നം. ആയിഷബിയുടെ വീട്ടിൽ ആട് തിന്നു പോയ സംഭവം പറയുന്നുണ്ട്. അത് കോപ്പികൾ മാത്രമല്ല, യഥാർത്ഥ ഖുർആന് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. പറഞ്ഞു വരുന്നത് ഖുർആനിൽ ഓരോ വചനങ്ങളുണ്ട്. ആ വചനങ്ങൾ സത്യമായി പുലരണം, എങ്കിലേ ഖുർആൻ സത്യമാവുള്ളൂ. ഖുർആനിൽ പറഞ്ഞതിനെതിരായിട്ട് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഖുർആൻ പറഞ്ഞ കളവായി മാറും. അപ്പോൾ സത്യനിഷേധികൾ എന്ത് കണ്ടാലും അവർ വിശ്വസിക്കില്ല. എന്തൊക്കെ ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും വിശ്വസിക്കില്ല. ഇപ്പം മക്കയിൽ ഖുറൈശികൾ പ്രവാചകൻ ചോദിച്ചല്ലോ, നിങ്ങളൊരു പൗർണമി ദിവസത്തിൽ ചന്ദ്രനെ മുറിക്കണം. ചന്ദ്രൻ മുറിച്ച് ഒരു കഷ്ണം കിഴക്ക് ഭാഗത്തും ഒരു കഷ്ണം പടിഞ്ഞാറ് ഭാഗത്തേക്കും ആക്കി മാറ്റണം. എന്നിട്ട് വീണ്ടും യോജിപ്പിക്കണം. എന്നാൽ നമ്മൾ വിശ്വസിക്കും, നീ കൊണ്ടുവന്ന ഖുർആനിൽ നമ്മൾ വിശ്വസിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ അതുപോലെ തന്നെ ചെയ്ത് കാട്ടിക്കൊടുത്തു അള്ളാഹുവിൻ്റെ സഹായത്താൽ. എന്നിട്ടോ ഒരൊറ്റ കുട്ടി പോലും വിശ്വസിച്ചില്ല. അവർ പതുക്കെ അവിടുന്ന് തടി ഊരി രക്ഷപ്പെട്ടു. അല്ലാണ്ട് ഒരൊറ്റ കുട്ടിയും വിശ്വസിച്ചില്ല. പക്ഷേ യാദൃശ്ചികമായി ഇവിടെ കേരളത്തിൽ നിന്ന് ചെറുമാൻ പെരുമാൾ കാണുകയും അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ച് അല്ലെങ്കിൽ പ്രവാചകൻ്റെ അടുക്കൽ പോയി ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഖബറിടം സലാലയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സത്യനിഷേധികൾ എന്ത് ദൃഷ്ടാന്തം കണ്ടാലും വിശ്വസിക്കില്ല എന്നുള്ള അള്ളാഹുവിൻ്റെ വചനം അവിടെ സത്യമായി പുലർത്തും. അപ്പോൾ ഖുർആനിൽ പറഞ്ഞ ആയത്തുകളെ സത്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ലോകത്ത് ചില ദുരന്തങ്ങളും ഒക്കെ കാണുന്നത് അല്ലേ. ഇപ്പോഴത്തെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചു, ഗാസയിലെ കുട്ടികൾ കൊന്നെടുക്കപ്പെടുമ്പോൾ അള്ളാഹു നോക്കി നിൽക്കുകയാണോ എന്ന് ചോദിച്ചു. അള്ളാഹു നോക്കി നിൽക്കുകയില്ല, മറിച്ച് ജൂതന്മാരുടെ ചെയ്തികൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ജൂതന്മാരത്തെയും ദ്രോഹികളാണ്. ജൂതൻ ചതിക്കുമെന്നുള്ള പ്രവാചക വചനത്തെ സത്യപ്പെടുത്തുകയാണ് അള്ളാഹു ചെയ്തത്. അപ്പോൾ ആ വചനത്തെ സത്യപ്പെടുത്താൻ വേണ്ടി കുഞ്ഞുങ്ങളെ കൊല ചെയ്യേണ്ടതുണ്ടോ എന്ന ചോദ്യങ്ങളുണ്ട്. പക്ഷേ അവർക്ക് ഷഹീദിൻ്റെ കൂലിയാണല്ലോ, മനസ്സിലല്ലേ. ഒരാൾ ഷഹീദായിട്ട് അള്ളാഹുവിൻ്റെ അടുക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അവൻ അള്ളാഹുവിനോട് പറയുക എന്താ വെച്ചാൽ, എന്നെ ഒന്നും കൂടി ഭൂമിയിലേക്ക് അയക്കുക, എന്നിട്ട് എനിക്ക് ഒന്നും കൂടി ഷഹീദാവണം. കാരണം ആ ഷഹീദിൻ്റെ ആനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ യന്ത്രഊഞ്ഞാലിൽ കേടി കഴിഞ്ഞാൽ ചിലപ്പോൾ ആർപ്പ് വിളിക്കും. കുട്ടികൾ ആർത്ത് വിളിച്ചിട്ട് അതിനൊക്കെ പുറത്തിറങ്ങിയ കുട്ടികൾ പിന്നെയും ഒന്നും കൂടി കയറണം. കാരണം അതിൻ്റെ ഒരു സുഖം, അതിൽ പേടിച്ചിട്ട് ആർത്ത് വിളിച്ചിട്ട് അതിന് പിന്നെ അത് നിൽക്കുമ്പോൾ ആനന്ദം, അതൊന്നും കൂടി അനുഭവിക്കാൻ വേണ്ടി വീണ്ടും അതിലേക്ക് കയറാൻ കുട്ടികൾ ധൃതി പിടിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഷഹീദായി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ലഭിക്കുന്ന ആനന്ദം സ്വർഗത്തിലും അപ്പോൾ ഖബർ ജീവിതത്തിലും അവർ അനുഭവിക്കുന്ന ആനന്ദം ഒന്നും കൂടി അനുഭവിക്കാൻ വേണ്ടി അപ്പോൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടും, നിങ്ങൾ ഒന്നും കൂടി ഭൂമിയിലേക്ക് അയക്കണം, എന്നിട്ട് ഞങ്ങളെ ഒന്നും കൂടി ഷഹീദാക്കണം.
എന്നിട്ട് ഒന്നും കൂടി വർദ്ധിച്ച് അള്ളാഹുവിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കാമെന്ന് അവർ ആവശ്യപ്പെടുമെന്ന് നിബിവചനങ്ങളിലുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഗസയിലെ കുഞ്ഞിനെ കൊല്ലപ്പെടുമ്പോൾ അവർക്ക് അനുഗ്രഹം ലഭിക്കുകയാണ്. മനസ്സിലെ നമ്മൾ കാണുന്നത് അവരുടെ തലയിൽ ബിൽഡിങ്ങൊക്കെ വീണ് മരിക്കപ്പെടുന്നു, എന്തുമാത്രം പാവം ആ കുട്ടികൾ എന്ത് പാവം ചെയ്തു എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അവർ വലിയൊരു ആനന്ദം അനുഭവിക്കുകയാണ്. പിന്നെ അള്ളാഹുവിന് കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുക. ഒരു കൂട്ട ശക്തിയുള്ളവരും ഒരു കൂട്ട ദുർബലരും ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ദുർബലർ പരാജയപ്പെടും. പിന്നെ അവർക്ക് നല്ല പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെങ്കിൽ വിജയിക്കും. ശക്തമായ പ്രാർത്ഥനയുമൊക്കെ നമ്മൾ ഇപ്പോൾ തന്നെ മരണപ്പെടുമെന്നുള്ള ആ രീതിയിലുള്ള പ്രാർത്ഥന ഒക്കെ ഉണ്ടെങ്കിൽ വിജയിക്കും. വെറുതെ ഒരു അയകുഴമ്പം പ്രാർത്ഥന ഉണ്ടായൊരു കാര്യമില്ല. ബദൂദ് തുടങ്ങുന്നതിന് മുമ്പ് പ്രവാചകന് മുട്ടുംകാലിരുന്നു കൊണ്ട് ദീർഘനേരം പ്രാർത്ഥിച്ചു. പ്രവാചകൻ ഉത്തരീയം പ്രാർത്ഥിക്കുമ്പോൾ താഴോട്ടേക്ക് വീണു പോകും. അബൂബക്കർ വീണ്ടും അത് ശരിയായി കൊടുക്കും, വീണ്ടും പ്രാർത്ഥിക്കും. അങ്ങനെ അനുഭവം ഉണ്ടാവുന്നുണ്ട്. അപ്പം അതിലാണ് വിജയിക്കുന്നത്, ബദറിൽ വിജയിക്കുന്നത്. അതുപോലെ അബ്രഹത്തും കൂട്ടരും വരുമ്പോൾ അബ്ദുൽ മുത്തലിബ് കഅബയുടെ കില്ലയെ വിഭജിച്ച് ദീർഘനേരം പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അള്ളാഹു അബാബിൽ പക്ഷികളെ അയക്കുന്നത്. അപ്പോൾ പ്രാർത്ഥന മൂലമാണ് ഒക്കെ ഭൂമിയിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. ഗസക്ക് വേണ്ടി നമ്മളെപ്പോഴും നിസ്കരിച്ചിട്ടുണ്ട്. ഒരു മതവ്യായാമം മാത്രമായിരിക്കും ഒന്നെങ്കിൽ അങ്ങനെ. പിന്നെ ജൂതന്മാരെ കരുതിയിരിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കേൾക്കാതെ ഫലസ്തീനികൾ എന്ത് ചെയ്ത് ജൂതന്മാർക്ക് അഭയം കൊടുത്തു. അതിൻ്റെ ശിക്ഷയുമൊക്കെ ആയിരിക്കാം. എന്തായാലും അള്ളാഹു ആയാലും അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, അവൻ ജ്ഞാനിയാണ്. എന്തായാലും ശത്രുക്കൾക്ക് അള്ളാഹു കൂടുതൽ കാലം ഭൂമിയിൽ നിഗളിച്ച് നടക്കാൻ അള്ളാഹു സമ്മതം കൊടുക്കുകയില്ല, അനുമതി കൊടുക്കുകയില്ല. അവർക്ക് എന്നായാലും ഒരു നാശം വരും. ഫിറോൻ്റെ കഥയൊക്കെ നമുക്കറിയാനുള്ള, ഫിറോന് നമ്രൂദിൻ്റെ ഒക്കെ ഇങ്ങനത്തെ കൊടും അക്രമികളുടെ കഥകളൊക്കെ ഖുർആനിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ജാലൂത്തിൻ്റെ കഥ ഒക്കെ അവർക്ക് നാശമാണ്. ഇപ്പം അവർ ലഭിക്കുന്ന സുഖങ്ങളും അഹങ്കാരങ്ങളൊക്കെ അവർക്ക് നാശത്തിൻ്റെ വ്യാപ്തി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും മനുഷ്യരെ കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുന്ന ആ സയനിസ്റ്റുകൾക്ക് അല്ലാഹു തക്ക രക്ഷ കൊടുക്കുമാറാകട്ടെ. സയനിസ്റ്റുകൾക്കും അവരുടെ നേതാക്കന്മാരെ ഇല്ലുമിനാറ്റികൾക്കും അവരുടെ നേതാക്കന്മാരെ ദജ്ജാലിനും ഇബ്ലീസിനൊക്കെ കഠോരമായ ശിക്ഷ നൽകി അള്ളാഹു അവരെയൊക്കെ ഭൂമിയിൽ നിന്ന് തുരത്തുമാറാകട്ടെ. അതുപോലെ തന്നെ എന്തിനാളെടുത്താൽ യജൂജ് മജൂജുകൾക്കും യജൂജ് മജൂജിന്റെ കഴുത്തിൽ വ്രണം ബാധിച്ച് അവർ ചത്തൊടുങ്ങുമെന്ന് നിബിവചനങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ യജൂജ് മജൂജിൻ്റെ ആൾക്കാരാണ് ഈ യൂറോപ്യന്മാർ നമ്മുടെ കാസിം ഉസ്താദും മറ്റു പ്രഗത്ഭ പണ്ഡിതന്മാരും പറയുന്നുണ്ട്. അങ്ങനെ ആ യജൂജ് മജൂജുകൾക്കും ആ യൂറോപ്യന്മാരുടെയും കഴുത്തിൽ വ്രണം ബാധിച്ച് അള്ളാഹു എന്നിവരെ കൊന്നൊടുക്കണമെന്ന് തമ്പുരാനെ ആമീൻ.